ഹായ്, നല്ല മധുരമുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു ഹൽവ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഒരു 2 കപ്പ് അവൽ വറുത്ത് പൊടിച്ചതും 1 കപ്പ് റാഗിപ്പൊടി വറുത്തതും കൂടി ശർക്കര പാനി ഒഴിച്ച് കുഴച്ച് നന്നായി ഇളക്കി കുറച്ചും കൂടി വെള്ളം ചേർത്ത് അടിചൂടുള്ള പാത്രം എടുത്ത് അതിൽ നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ട് വഴറ്റി ഈ കലക്കി വെച്ച മാവൊഴിച്ച് അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. ഇത് വീഡിയോയിൽ എടുത്തിട്ടില്ല. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി വഴറ്റിയതിന് ശേഷം ഈന്തപ്പഴവും പിന്നെ ഏലക്കായും 1 പിഞ്ച് ഉപ്പും പിന്നെ കോൺഫ്ലവർ 1/4 കപ്പ് കോൺഫ്ലവർ നന്നായി കട്ടയില്ലാതെ ഇളക്കി അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി വീണ്ടും ഇളക്കണം. കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് വീണ്ടും ഇളക്കി ഹൽവയുടെ ഒരു ഇതിൽ വേണം ഇളക്കേണ്ടത്. അത് നന്നായിട്ട് ഇളക്കി നോൺ സ്റ്റിക്ക് ആയത് കാരണം ആദ്യമേ അടി പിടിക്കാതെ തന്നെ ഉണ്ടാവും. പക്ഷെ അതുപോലെ വീണ്ടും ഇളക്കണം. വീണ്ടും ഇളക്കി നന്നായി ഇളക്കിയതിന് ശേഷം വേറൊരു പാത്രം എടുത്ത് അതിൽ നെയ്യ് വഴറ്റണമെന്നില്ല. അത് അങ്ങനെ വെറുതെ കാഷ്നട്ട് ഇട്ടാലും മതി, വഴറ്റിയിട്ടാലും മതി. അങ്ങനെ വേണമെങ്കിൽ വഴറ്റിയിട്ട് അത് ഈ വഴറ്റിയ ഹൽവ ഇങ്ങനെ റെഡിയായ ഹൽവയും കൂടി നിരത്തി വെച്ചിട്ട് എടുത്താൽ നല്ല സ്വാദിഷ്ടമായ നല്ല മധുരമുള്ള ഹൽവയും കിട്ടും, ആരോഗ്യപരമായിട്ടുള്ളതുമാണ്. ശ്രമിച്ചു നോക്കൂ. നന്നായി ഒന്ന് ചെയ്ത് നോക്കൂ. ഇതുപോലെ